ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ ചിക്കൻ റൈസ് ആണ്. കുറച്ച് ഞാൻ ഉണ്ടാക്കണുള്ളൂ. ഫസ്റ്റ് നമുക്ക് റൈസ് സോക്ക് ചെയ്യണം. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയേ. പെട്ടെന്ന് പോകണതുകൊണ്ട് എനിക്ക് പറയാനൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് പിന്നെ അതെല്ലാം കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഉപ്പ് ഇടാൻ മറന്നുപോയി. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച്, പിന്നെ 2 സവാള, 1 തക്കാളി, കുറച്ച് ജിഞ്ചർ ഗാർലിക്, പിന്നെ നമ്മൾ ബട്ടർ ഇട്ട് ഓയിലൊഴിച്ച് സവാള സോട്ട് ചെയ്യാനാണ് പോണത്. സ്പൈസസ് വേണം, എല്ലാ സ്പൈസസും വേണം. എൻ്റെ കയ്യിൽ ഇത് മാത്രം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം ഇട്ടത്. സവാളയാണ് ഫസ്റ്റ് സോട്ട് ചെയ്യണത്. ഇങ്ങനെ എല്ലാവരും ചെയ്യേണ്ടത്. നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തില്ലേ, ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ വേണം ചെയ്യാൻ. അപ്പം ഞാനിത് നേരെ മാറ്റി വച്ചിട്ട് ഫസ്റ്റ് ഫ്രൈ ചെയ്യാനിട്ട്, ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ട്. എനിക്ക് ഒറ്റ ട്രിപ്പിൽ ഇടാൻ പറ്റി, കാരണം ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം മാറ്റിയിട്ട് നേരത്തെ സോട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി സാധനങ്ങൾ ഒക്കെ എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് സോട്ട് ചെയ്യണം. സോട്ട് ചെയ്തിട്ട് കുറച്ച് കാഷ്നട്ടും പൊടികളായിട്ടും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഞാൻ ചേർക്കണുള്ളൂ. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്യാൻ, ബട്ടർ ചിക്കൻ്റെ ആ ഒരു ഇതുപോലെ ബ്ലെൻഡ് ചെയ്യുക. പിന്നെ റൈസ് ഇടാം, കുറച്ച് മാഗി ക്യൂബ്, പിന്നെ അതിലേക്ക് റൈസ് ഇട്ട്. പിന്നെ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ കണ്ട വീഡിയോയിൽ അവർ പറഞ്ഞില്ല. പിന്നെ 1 ഗ്ലാസ് അരിയാണ് എടുത്തത്. ഞാനെന്തോ 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടും സെറ്റ് ആവാത്ത പോലെയൊക്കെ തോന്നി. പിന്നെ എന്തൊക്കെയോ കാണിച്ചാണ് ഞാൻ റെഡിയാക്കിയത്. അവിടെ കുറച്ച് കൺഫ്യൂഷൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാം റെഡി ആയിട്ടാണ് നിങ്ങളെ കാണിച്ചത്. പക്ഷെ ഞാൻ ലാസ്റ്റ് അത് റെഡിയാക്കി ടേസ്റ്റ് ചെയ്തപ്പോൾ മോനെ സീൻ സാധനമായിരുന്നു. നല്ല ഫ്ലേവർ, ചിക്കനൊക്കെ നല്ല സൂപ്പർ ഫ്ലേവറായിരുന്നു, റൈസും. അപ്പോൾ ഇതുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കാൻ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.